ഈ കംപ്ലൈന്റ് ഞാൻ ഇവർക്ക് വായിച്ച് കേൾപ്പിക്കാം. എന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച ഈ യൂണിറ്റിലെ സംവിധായകൻ ശ്രീ ഡിക്രൂസിനെതിരെയും കഥാകൃത്ത് കാതരൻ കാഞ്ഞിരമറ്റത്തിനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീനെതിരെയും നടപടി കൈക്കൊള്ളണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കരിയർ നശിക്കുന്നു. അത് ഇപ്പോൾ നിങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ടിയിരുന്നു. ഡിക്രൂസ്, ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിനു മുമ്പ് പീഡനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സാർ, ആദ്യമായിട്ട്. ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് പീഡിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് പീഡനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ടൈം. ഇതിനു മുമ്പ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്. വെരി ഗുഡ്. ഓക്കെ, കോളേജിൽ പഠിക്കുമ്പോ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നോ? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. ഓക്കെ. ദെൻ കാതരൻ കാഞ്ഞിരമറ്റം മാരീഡ് ആണോ? അതെ സാർ, ഞാൻ കല്യാണം കഴിച്ചതാ. അതുകൊണ്ട് എനിക്ക് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. അല്ല, നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ പൊരുത്തക്കേടുണ്ടെന്ന് പല സ്ഥലങ്ങളിലും നിങ്ങൾ കോംപ്രമൈസിന് പോയിട്ടുണ്ടെന്നും കേൾക്കുന്നു. നിങ്ങളുടെ ഭാര്യ തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിരുന്നു, ശരിയല്ലേ? ദാമ്പത്യ ജീവിതമാകുമ്പോൾ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലാതെ അത് വലുതായിട്ടൊന്നും. ചില്ലറ പ്രശ്നങ്ങൾ. ഇതിനു മുമ്പ് പീഡനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇതൊരു കലാരൂപമല്ലല്ലോ സാർ ഇങ്ങനെ ഏർപ്പെടാൻ. ഞാൻ ഇതിനെ വല്ലപ്പോഴും മാത്രം. അല്ല സാറേ, ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. ഇതിനു മുമ്പ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ കോളേജിൽ പഠിക്കുന്ന കാലത്ത്? അതൊക്കെ ഉണ്ട്. എത്ര? 8 എണ്ണം കാണും. 8 എണ്ണം. കള്ള് ഷാപ്പിൽ നിങ്ങൾ സ്ഥിരമായി പോയി മദ്യപിച്ചിട്ട് കാശ് കൊടുക്കാതെ ഇറങ്ങി ഓടാറുണ്ട്, ശരിയാണോ? ശരിയാണ്. ഓക്കെ. സ്വന്തമായി വാറ്റിയതിന് 3 പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്. അത് വാറ്റുകാരം ഉണ്ടാക്കി. അത് പെട്ടെന്നൊരു നിമിഷത്തിൽ ഈ 1-ാം തീയതി ഗാന്ധി ജയന്തിയും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് മാറ്റി. താല്പര്യമുള്ള ജയിൽ ഏതാണ്? താല്പര്യമുള്ള ജയിൽ പൂജപ്പുര, വിയ്യൂർ, കണ്ണൂര്. പൂജപ്പുര മതി, അതാണ് വീടിനടുത്തല്ലേ. പൂജപ്പുരയാണ് താല്പര്യം. ഓക്കെ, പൂജപ്പുര. 2 മാസത്തിലൊരിക്കൽ ഭാര്യയ്ക്ക് വന്ന് കാണാനുള്ള അവസരം ഉണ്ടാവും. ആഴ്ചയിലല്ല, 2 മാസത്തിലൊരിക്കൽ. അപ്പൊ പൂജപ്പുരയാണ് പ്രിഫറൻസ്. ഡിക്രൂസിന്റെ പ്രിഫറൻസ് കണ്ണൂർ. അതെന്താ കണ്ണൂർ ജയിലിലെ താല്പര്യം? അപ്പച്ചിയുടെ വീട് അവിടെയാണ്. ഓക്കെ. നെക്സ്റ്റ്, മൊയ്തീൻ, ഏത് ജയിലാ താല്പര്യം? നമ്മൾ കോഴിക്കോടാണ് സാർ. കോഴിക്കോട് ജയിലാണ് താല്പര്യം. ഓക്കെ. അപ്പോ ജയിലിൽ വേണ്ടത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡാണ് വേണ്ടത്? ഗോതമ്പ് ഉണ്ടയുണ്ട്, ഗോതമ്പ് കഞ്ഞിയുണ്ട്, അരിക്കഞ്ഞിയും പയറും ഉണ്ട്. ഏതാ വേണ്ടത്? ഗോതമ്പിന്റെ കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കും. ഓൻ പറഞ്ഞ തന്നെ ആയിക്കോട്ടെ. ഗോതമ്പുണ്ട. ഓക്കെ, ഗോതമ്പുണ്ട. സാറേ, പിന്നെ എനിക്ക് രാത്രി പാൽക്കഞ്ഞിയും 2 ചപ്പാത്തിയും മതി. നിങ്ങളുടെ മെനു എഴുതിയെടുക്കല്ലേ ഞാൻ? ഹോട്ടലിൽ ഓർഡർ കുറിച്ചെടുക്കാണെന്നാ? ജയിലിൽ ചപ്പാത്തി നിങ്ങൾ 3 പേരും പ്രത്യേകമായിട്ട് ഞാൻ എഴുതുന്നുണ്ട്. ജയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നിങ്ങളായിരിക്കും ഫുൾ ടൈം. പറഞ്ഞു മനസ്സിലായല്ലോ? വേറെ ഒരു പണിയെടുക്കണ്ട. ജയിലിൽ ചപ്പാത്തിയും ഇറച്ചിയും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഫുൾ ചാർജ് ഉണ്ടാവും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് വലിയ സിനിമാക്കാരനായിട്ട് ഇറങ്ങിയതാ. ഇനി ജയിൽ പുള്ളിയായിട്ട് പോകുമ്പോ കുഴപ്പമില്ലടാ, ജയിലിൽ ഷൂട്ടിംഗ് ആണെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി. അത് നിങ്ങളുടെ ജാതകത്തിലുള്ളതായിരിക്കും കേട്ടോ. അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കണം എന്നുള്ളതായിരിക്കും വിധി എന്ന് പറയും കേട്ടോ. അമ്മച്ചി, നിങ്ങളടുത്ത് വാങ്ങിയ സ്വർണ്ണമൊക്കെ നമ്മൾ തിരിച്ചു തരാം. നമ്മളൊന്നും കർപ്പൂറാക്കി. ഒന്നും പറ്റില്ല, നടക്കില്ല. നിങ്ങൾ നടക്കൂല. ഒന്നും സബൂറാക്കി കൂടത്. ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷനും ഇൻഫ്ലുവൻസ് ഒന്നും പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും വന്ന ഓഫീസർ അല്ല. ആ ട്വിസ്റ്റുകളൊക്കെ നിങ്ങളുടെ സിനിമയിൽ അവസാനം സല്യൂട്ട് അടിച്ചിട്ട് CID ആണെന്ന് പറയുക, CID അല്ലെന്ന് പറയുക, അതൊക്കെ സിനിമയിൽ. യഥാർത്ഥ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല, മനസ്സിലായോ? ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വന്ന ഓഫീസർ തന്നെയാണ്. ഇതെന്റെ അസിസ്റ്റന്റ്. വാ, 3 പ്രതികളും വാ. നിങ്ങളെല്ലാം വിറ്റ്നസ്. ഞാൻ വിളിപ്പിക്കുമ്പോൾ വരണം. ഓക്കെ.